ഹലോ ഗായ്സ്, നമ്മൾ ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ ഇത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഗായ്സ്, ഞാൻ വീഡിയോ ഇടാതെ ഒരു ചെറിയൊരു വീടും പിന്നെ മൈനിങ് സ്പോട്ടാക്കുക, പിന്നെ ഫാം, അടുത്ത വില്ലേജ് അതൊക്കെ ഇട്ടാണ് ഞാനൊരു അയൺ ഫാം ഉണ്ടാക്കി ഗായ്സ്. അത് ഇതുവരെയായിട്ടും വർക്ക് ചെയ്തിരിക്കില്ല. എനിക്കൊരു അയൺ ബക്കറ്റ് എൻ്റെ നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് അവിടെ വെള്ളമൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ എനിക്ക് കുറച്ച് മിനുക്ക് ചെയ്യാണ്ട്. ആദ്യം പോയിട്ട് ഒരു സ്റ്റോണിൻ്റെ ചെറിയ സ്ലാബില്ലേ അത് ഉണ്ടാക്കിയിട്ട് ആ വുഡ് മാറ്റട്ടെ. കുറച്ച് സംഭവം ചെയ്യാണ്ട്. 20 വില്ലേജസ് ആയിക്കില്ല ഗൈസ്, എത്ര വില്ലേജസ് ആയിരുന്നു? ഒരു എത്ര വില്ലേജസിനെ നോക്കണം. നമുക്കാദ്യം ഫുഡ് ഉണ്ടാക്കണം. വില്ലേജസിൻ്റെ ഫുഡ് അതില്ല. ഒരു സ്റ്റാക്കും 4 നമുക്ക് കിട്ടിയിട്ടുണ്ട്. കബിൾ സ്റ്റോൺ സ്ലാബ്, നമുക്ക് പിക്കാക്സ് ഉണ്ട്, കോപ്പർ പിക്കാക്സ് ആണുള്ളത്. നമുക്ക് ഇതിൻ്റെ ഇടയിലേക്ക് ചാടാം, എന്നിട്ട് ഇത് പൊട്ടിക്കാം. മറിയ ബേബി വില്ലേജ് ബേബി. ഞാൻ ഇവിടെ സ്മൂത്ത് സ്റ്റോൺ സ്ലാബാണ് വെച്ചത്. ഞാനത് എല്ലാം പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളെ എല്ലാം പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി സ്ലാബ് അവിടെ വെക്കാം. ഞാൻ അയൺ ഫാം ഉണ്ടാക്കുന്ന വീഡിയോ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോറി മൈ വില്ലേജ്. ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. 5 ബേബി വില്ലേജും പിന്നെ വലിയ വില്ലേജസും ഉണ്ട്. എൻ്റെ കയ്യിൽ ഫുഡൊന്നുമില്ല. നമുക്ക് ഇനി ഒരു ടോർച്ച് മാത്രം മതി ഗൈസ്. ഇവിടെ ഞാൻ എല്ലാ വീഡിയോയിലും കണ്ട ഒരു ടോർച്ച്, അതാണ് ഞാൻ പറഞ്ഞ ഒരു ടോർച്ച് മാത്രം മതിയെന്ന്. ഇതാകുമ്പോൾ ഗൈസ് സെൻറ്റർ പൊട്ടിച്ചളയണം. ഇവിടെ ഒരു ടോർച്ച് വെക്കാം. ഓക്കെ, ടോർച്ച് അങ്ങോട്ട് കളയാം. ഒരു പൂച്ചേൻ്റെ അത് പൂച്ചേനെ വേഗം തട്ടണം. പണിവാളി പൂച്ച തട്ടുന്നില്ല, വേഗം മാറിക്കളയുന്നുണ്ട്. എൻ്റെ വില്ലേജസിനൊന്നും പറ്റാൻ പാടില്ല. നമുക്കിനി മേലോട്ട് കയറി പോവാം. എത്ര വില്ലേജസ് ആയി നോക്കട്ടെ ഗൈസ്. 1 2 3 4 5 6 7 8 9 10 11 വില്ലേജസ് ആണ് ഗൈസ് ആയത്. ഇതുവരെയായിട്ടും ഒരാൺകോളം പോലും സ്പോൺ ആയിട്ടില്ല. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്കിത് ഇവിടെ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് വില്ലേജസിനെ കാണണമെങ്കിൽ ഇതിവിടെ ഇങ്ങനെ ആക്കാം. അല്ലെ ബേബി വില്ലേജസ് കയറി വരും. നമുക്ക് ഇതെന്താ നോ ബേബി വില്ലേജസ് കയറിയിരിക്കുന്നു ഗൈസ്. ഇതിരി നല്ലോണം അങ്ങനെ തട്ടുണ്ട്. ഓക്കെ, ഇപ്പം റെഡി ആയത്. ഇനിയിപ്പോൾ ഇങ്ങനെ മേലോട്ട് കയറുക. ഇവിടെ
നമുക്ക് വുഡ് കളക്ട് ചെയ്തിട്ട് ഇതാക്കാണ്ട് ഗൈസ്. മറ്റേ ഇതില്ലേ മേലോട്ട് കയറുന്ന സ്റ്റെപ്പ് അത് വെക്കുക. ഇവിടെ ഒരു ബക്കറ്റ് എനിക്ക് നിർബന്ധമായും ഉണ്ടാക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ബക്കറ്റ് അവിടെ വെള്ളം അഥവാ എനിക്കുള്ള സ്പൂണായാൽ സ്പൂണൊന്നും വലിയ പിടുത്തമൊന്നുമില്ല. അഥവാ സ്പൂണായാൽ അയ്യ തീൻ്റെ അടുത്തേക്ക് പോവില്ല. നമുക്കുള്ള ഇങ്ങനെ നടന്ന് എൻജോയ് ചെയ്യും. ഞാൻ വേഗം പണി തീർക്കുകയാണ് ഗൈസ്. ഇവിടെ എന്തിനാണ് ഗൈസ് എനിക്ക് തന്നെ ഓർമ്മയില്ല ഞാൻ ചെയ്തു വെച്ചത്. നമുക്കിനി ഇവിടെ മൊത്തം ഈ സ്ലാബ് കൊണ്ട് ഇങ്ങനെ കവർ ചെയ്യുക ഗൈസ്. എൻ്റെ പേര് എഴുതി ഓക്കെ. നമ്മളങ്ങനെ ഫുള്ളാക്കിയിട്ടുണ്ട്. ഒരു ബക്കറ്റ് ഇടുന്നെങ്കിലും 3 അയൺ കിട്ടാൽ മതി. ഞാൻ പോയിട്ട് എൻ്റെ ചെസ്റ്റിൽ നോക്കട്ടെ. രാത്രിയാവും. ഞാൻ അങ്ങനെ ഉറങ്ങി ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ അകത്ത് എന്തിനാണോ അവിടെ അയൺ ബക്കറ്റ് അയണില്ല ഗൈസ്. കോപ്പർ ഉണ്ടാവില്ല. 11 അയൺ കൊണ്ട് ഒരു അയൺ ഉണ്ടാക്കല്ലേ. പോട്ടെ. നമുക്ക് എന്തെങ്കിലും വേണ്ടേ. ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു അയൺ കൂടിയും കിട്ടിയാൽ മതിയാണ്. 2 അയൺ നമുക്ക് എന്താണ് ഗൈസ്. നമുക്ക് വേഗം മൈനിങ്ങിന് പോകാം. എന്താ കിട്ടുമോ നോക്കാം. അല്ലെ കേവ് മൈനിങ്ങിന് അങ്ങനെ പോവാം. നമുക്ക് വേഗം തന്നെ കിട്ടണം ഗൈസ്. ഇല്ലെങ്കിൽ പണി പാളും ഗൈസ്. ക്രീപ്പർ വേണ്ടാത്ത പണിക്ക് പോകണ്ടാനും എൻ്റെ മനസ്സ് പറയുന്നു. നമുക്ക് സ്പീഡ് പോകും. ഒരു ഗോൾഡ് ഇതെല്ലാം ഞാൻ ലൂട്ട് ചെയ്ത ഗൈസ്. അവിടെ ഒന്നുമില്ല. ഞാനൊരു കേവ് കണ്ടിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഗൈസ് നമ്മൾ ഒരു കേവ് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ലാവൊക്കെ കാണുന്നുണ്ട് ഗൈസ്. കോപ്പറാണ് ഗൈസ്. ഫസ്റ്റ് തന്നെ കണ്ടത് ഒരാണ് പോലും കണ്ടില്ല. ഞാനിത് ആദ്യം ലൂട്ട് ചെയ്തതാണ്. ഗൈസ് എൻ്റെ കൂടെ മറന്നു പോയതാണ് ഗൈസ് അവിടുത്തെ അയൺ ലൂട്ടാൻ. നമുക്ക് അവിടെ ബ്ലോക്ക് വെക്കണം. ബ്ലോക്ക് സ്റ്റോൺ ഉണ്ടോ? യെസ്, ഒരു 6 സ്റ്റോൺ ഉണ്ട്. ഇവിടെ ഇല്ല. ഏയ് ഇവിടെ വെള്ളം കൊണ്ടാ വെച്ച് ഗൈസ്. ആരുടെയോ പണിയാണ്. ഗൈസ് ഇവിടെ മോബ്സ് സ്പോണാവുന്നതിന് മുമ്പ് നമുക്ക് ഒരു വേഗം ലൂട്ടണം. ഇവിടെ ആരോ ഗൈസ് അതെ ലാവ സ്റ്റീവ് ലാവ ഡീഫ്ലൈറ്റോടെ ഞാൻ എത്തി ഗൈസ്. നമ്മൾ ഒരയണിനാണ് വന്നത് ഗൈസ്. പക്ഷേ എങ്കിൽ
ചാടിയ സ്ഥലം മാറിയാൽ നമ്മൾ ലാവയിൽ പെട്ടുപോവുകയാണ്. ഗൈസ് ദടുകൾ കേവ എനിക്ക് പേടിയാവുന്നു. ഞാൻ വേഗം പോകും, അല്ലെങ്കിൽ എന്നെ സോംബീസ് പിടിച്ച് അപ്പുറത്തെ കണ്ടത്തിലിടും. ഗൈസ് നമുക്ക് അങ്ങനെ എത്രയാണ് കിട്ടി. നമുക്ക് നല്ല എവിടെ തൊട്ടുകൊണ്ടൊക്കെ പോവുക. ഗൈസ് അവിടെ കുറച്ചാണുണ്ട്. അതിലാവേ പോയി പോണേ പോട്ടെ, ഒരാണല്ലേ. പക്ഷെ നമ്മൾ ആ ഒരാണിന് വേണ്ടിയാണ് ഗൈസ് വന്നത്. നമ്മൾ വേഗം പോട്ടെ. ഗൈസ് രാത്രിയും തോന്നുന്നു നമ്മൾ ശശിയാവും. കാരണം എന്താ രാത്രിയിലെ ഗൈസ് പകല് തന്നെയാണ്. 2 3 4 ഗൈസ് ഇതിനിയും മേലോട്ട് പോകാണ്ട്. നമ്മളപ്പം നമുക്ക് വേഗം നമ്മുടെ ബേസിലേക്ക് പോകാം. ഇവിടെ എല്ലാത്തിലും ഭയങ്കര കേവാണ് ഗൈസ്. ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. ഞാനതാ എൻ്റെ ബേസിലെത്താനായി ഗൈസ്. ഞാൻ ഈ വേൾഡിൻ്റെ അകത്ത് 45 ദിവസം ഈ മൈൻക്രാഫ്റ്റിൽ ചിലവഴിച്ചിട്ടാണ് ഗൈസ് ഇത്രയും ബിൽഡ് എനിക്ക് ചെയ്യാനായിട്ട്. 8 കിട്ടിയ ഗൈസ്. ഒരാണ് ഇട്ടാൽ നമുക്ക് ആ ബക്കറ്റ് ഉണ്ടാക്കി കഴിയും. ബാക്കി എന്തിനാ യൂസ് ചെയ്യാം. ഓക്കെ, നമുക്കൊരു ബക്കറ്റ് ഉണ്ടാക്കാം. Where's my bucket? ചാടി ഗൈസ്. ഒരായങ്കോളം സ്പൂണായാൽ മതി. പക്ഷെ സ്പൂണാവൂല. എന്തോ വിധീത് വല്ലാത്ത ചതീത്. ഇതെന്താണ് ഗൈസ്? വെള്ളം കാണുവാനില്ല. വെള്ളം ഗൈസ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ വെള്ളം ഇതൊന്നൊരു എപ്പോഴും ഗൈസ്. നമ്മളിപ്പോൾ ഇങ്ങനെ കയറും. നമുക്ക് പൊട്ടിക്കാം ഗൈസ്. ഇങ്ങനെ ഇത് പൊട്ടിച്ചഴിഞ്ഞ് നമുക്ക് വേഗം കയറാം. നമുക്കങ്ങനെ ഇത് വേഗമാക്കാം. നമ്മളിപ്പം കഴിയും ഗൈസ്. ഇവിടെ നമുക്ക് സ്റ്റോൺ കൊണ്ട് കവർ ചെയ്യാം. വീണ്ടും നമ്മൾ മണ്ടത്തരത്തിൽ വീണ് ചാടി ഗൈസ്. മണ്ടത്തരം നമ്മൾ മണ്ടത്തരത്തിൽ ഗൈസ്. ഈ ആൻഫാം വർക്കായാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ അപേക്ഷ. ഞാൻ നിങ്ങളോട് അപേക്ഷ ചെയ്തിട്ട് എന്താണല്ലേ വർക്കാവുമെന്ന് വില്ലേജേഴ്സിനോട് പറയണേ. ഇത് ഗെയിമായി പോയല്ല. ഞാൻ വില്ലേജേഴ്സിനെ അടിച്ച ആയങ്കോളത്തിന് സ്പോണാക്കിപ്പിക്കുന്നു. ഗൈസ് സ്പോണായി ഗൈസ്. എൻ്റെ ഹാൻഡ് പാം വർക്കായി ഗൈസ്. ഗൈസ് എൻ്റെ ഹാൻഡ് പാം വർക്കായി ഗൈസ്. യെസ് ഗൈസ്. എനിക്ക് 3 കിട്ടി ഗൈസ്. എൻ്റെ വർക്കായി ഗൈസ്. എൻ്റെ ഫലിച്ചു ഗൈസ്. എല്ലാവരോടും നന്ദി പറയാൻ ഗൈസ്. ഞാൻ അയങ്കോളം സ്പോണാക്കി അയങ്കോളത്തിനെ പൊട്ടിച്ച് അൻഫാം വർക്കാക്കി ഗൈസ്. എനിക്കിന്ന് സന്തോഷം കൊണ്ട് വയ്യാണ് ഗൈസ്. സന്തോഷം കൊണ്ട് വയ്യേ.
ഞാൻ ആരെ വേണമെങ്കിലും വിളിക്കും ഗൈസ്. ഞാൻ എല്ലാവർക്കും ചോറ് വിളമ്പി കൊടുക്കും. അത്രയ്ക്കും സന്തോഷമാണ് ഗൈസ്. ഞാൻ വെങ്കോളത്തിനെ സ്പോണാക്കി അതിനെ നിലത്തേക്കെറിഞ്ഞ് അതിന് ചത്ത് അതിൻ്റെ അയണെടുത്ത് ഞാൻ കുറേ ഹാസ്ബേഴ്സ് ഉണ്ടാക്കും ഗൈസ്. എനിക്ക് ഇന്ന് സന്തോഷമാണ് ഗൈസ്. എൻ്റെ 45-ാം ദിവസം ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസവുമായി ഞാൻ എൻ്റെ ഒരു നെയിം ബോർഡിൽ എഴുതി വെക്കും ഗൈസ്. അടുത്ത വീഡിയോയിൽ നിങ്ങൾ എന്നെ കാണുന്നത് ഞാൻ നെയിം ബോർഡിൽ ഇവിടെ 45-ാം ദിവസം എൻ്റെ അയൺ ഫാം വർക്കായതായിട്ടാണ് ഗൈസ്. ഇതെന്താണ് ഗൈസ്? എൻ്റെ ഓട്ടോമാറ്റിക് ഡോറല്ലേ, അതാണ് ഗൈസ് പ്രശ്നം പറ്റിയത്. ഇനി നമ്മൾ കായലിൻ്റെ സാധനം എടുത്തങ്ങ് വീശ ഗൈസ്, കാരണം നമ്മൾ അയൺ ഫാം ബിൽഡ് ചെയ്തു ഗൈസ്. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതുവരെ എല്ലാവർക്കും ബൈ.